ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ അയല കറി വെക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ അണ്ണൻ ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കുറച്ച് അയല മീൻ കൊണ്ടുവന്നു. അപ്പോൾ അത് എല്ലാ ദിവസവും മുളകിലാണ് കറി വെക്കുന്നത്. എന്നാൽ പിന്നെ നീ ഇന്ന് തേങ്ങ അരച്ച് കറി വെച്ചാൽ മതി എന്നും പറഞ്ഞ് അപ്പോൾ ഇന്ന് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് ഓർത്ത് ഇതിനകത്ത് ഞാൻ ഇരുമ്പൻ പുളിയാണ് ഇടുന്നത്. ഇരുമ്പൻ പുളിയെന്ന് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇരുമ്പൻ പുളി എന്നാണ് പറയുന്നത്. നിങ്ങളെന്താ പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇരുമ്പൻ പുളിയൊക്കെ ഇട്ട് വേണ്ട 2 പച്ചമുളകൊക്കെ കീറിയിട്ട്, പച്ചമുളകിന് നല്ല എരിവുണ്ട്, അത് കാരണം 2 പച്ചമുളകേ ഇട്ടുള്ളൂ. പച്ചമുളകൊക്കെ ഇട്ട് ഇരുമ്പൻ പുളിയിട്ട് ഞാൻ ഇന്ന് കറി വെക്കാൻ പോവുകയാണ്. അപ്പം എന്നും ഈ എരിവ് കറി അല്ല, ഞാൻ എരിവ് കറി അങ്ങനെ വെക്കാറില്ല. അധികം എരിവ് ഇവിടെ വേണ്ടാത്തത് കൊണ്ട് തേങ്ങ അരച്ചാണ് മിക്കവാറും കറി വെക്കുന്നത്. അപ്പം ചിലപ്പോൾ കുടംപുളി ഇടും, ചിലപ്പോൾ മാങ്ങ ഇട്ട് അയല കറി വെക്കും. അതൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്, മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മീനൊക്കെ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന അരപ്പിലോട്ട് മീൻ പറക്കിയിട്ട് വയ്ക്കുക. നല്ല ഇരുമ്പൻ പുളി ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമുക്ക്. ആരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇരുമ്പൻ പുളി, പച്ചമാങ്ങ ഒക്കെ ഇട്ട് അയല തേങ്ങ അരച്ച് കറി വെച്ച് കഴിച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ്. കുറച്ച് കരിയാപ്പിലയൊക്കെ ഇട്ട് ഞാനത് തിളപ്പിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുക. ഇപ്പം കറി നല്ല തിളച്ച് വന്ന് നല്ലൊരു നമ്മുടെ മീൻ കറി വെക്കുന്നതിന് നല്ലൊരു മണമൊക്കെ വന്ന് വേണ്ട കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിച്ച് അതൊരു രാവിലെ മീൻ വറുത്ത ചട്ടിയാണേ, അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ച് മൂപ്പിക്കാൻ ഉള്ളിയും പിന്നെ കരിയാപ്പിലയൊക്കെ ഇട്ട് മൂപ്പിച്ച്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് കറി വെച്ചെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു കുറച്ച് മുളകും കൂടി ഇട്ട്, മുളക് പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് അത് കറിയിലേക്ക് ഒഴിച്ചിട്ട്, അത് ഏത് കറി വെച്ചാലും ചാറുള്ള കറികൾക്കൊക്കെ ഇവിടെ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതും കൂടെയൊക്കെ അങ്ങനെ അങ്ങോട്ട് ചേർത്ത് ഒഴിച്ച് നല്ല ഒന്ന് തിളച്ച് നല്ലൊരു കറി ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് വാങ്ങി നമ്മൾ കൂട്ടി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ കറികൾക്ക്. ഓക്കെ, ബൈ.